ശക്തമായ മഴയെ തുടർന്ന് വടകര പുതിയ സ്റ്റാൻഡിലുണ്ടായ വെള്ളക്കെട്ടിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. നഗരസഭയുടെ സംയോജിതമായ ഇടപെടലുകളെ തുടർന്ന് വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി. ഇതേ തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. വടകരയിൽ ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും വെള്ളത്തിനടിയിലായി. വെള്ളക്കെട്ടിലൂടെ ബസ്സുകൾ സർവീസ് നടത്തിയത് സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറാൻ കാരണമായി. ഇതോടെ വലിയ പ്രതിസന്ധിയിലായ വ്യാപാരികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറുന്നത് കയറുകെട്ടി വ്യാപാരികൾ തടഞ്ഞു നിർത്തി. ഇതോടെ പ്രശ്നപരിഹാരം കാണാൻ വടകര മുനിസിപ്പാലിറ്റി അധികൃതർ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. തുടർന്ന് 2 JCBകൾ എത്തിച്ച് വെള്ളം ഒഴുക്കിവിടാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു. നഗരസഭയുടെ ഭാഗത്തുനിന്നും താൽക്കാലിക പരിഹാരമുണ്ടായതിനെ തുടർന്ന് വ്യാപാരികൾ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. കുറെ വർഷങ്ങളായി കച്ചവടക്കാർ വളരെയേറെ ദുരിതത്തിലാണ്. ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടാണ്. അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ അഴുക്കുചാല് കൃത്യമായിട്ട് പൂർവ്വകാല മഴക്കാല പൂർവ്വശീലമായിട്ട് അഴുക്കുചാല് വൃത്തിയാക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഓവുചാല് പല വിധത്തിലുള്ളത്, പല സ്ഥലത്തും സ്റ്റെപ്പായിട്ടുള്ളത്. ഇന്നിവിടെ രാവിലത്തെ മഴയ്ക്ക് ബസ് സ്റ്റാൻഡ് മൊത്തം വെള്ളത്തിലാണ്. ബസ് സ്റ്റാൻഡല്ല, പരിസരത്തുള്ള വീടുകളിലും പരിസരത്തുള്ള ഷോപ്പുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ രാവിലെ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു ശാശ്വത പരിഹാരം കണ്ടെങ്കിൽ വഴി തടസ്സപ്പെടുന്ന ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് സംഘടന നേതൃത്വം കൊടുക്കുന്നതാണ്.